എല്ലാവർക്കും ദേശൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ പീച്ചിങ്ങ കൃഷിയുടേതാണ്. അപ്പോൾ ഈ പീച്ചിങ്ങക്ക് നമ്മുടെ നാട്ടിലൊക്കെ നരമ്പൻ എന്നും താലോലിക്ക എന്നും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളത് നോക്കിയിട്ട് വരാം. ഇപ്പോൾ പീച്ചിൽ കൃഷി ചെയ്യുന്ന സമയത്ത് വിത്ത് 2 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം ചാണകപ്പൊടിയും ചാരവും ട്രീറ്റ് ചെയ്ത മണ്ണിൽ നമുക്ക് നട്ടു കൊടുക്കാം. ഞാൻ നേരിട്ട് നട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. 3-4 ദിവസം കഴിയുമ്പോൾ വിത്ത് മുളയ്ക്കുന്നതാണ്. 2 ആഴ്ച കഴിയുമ്പോൾ ഇത് പടരാൻ തുടരും. പടരാൻ തുടരുന്ന സമയത്ത് നമുക്ക് ഒരു നല്ല വളം ഇതിന് പ്രയോഗിക്കാവുന്നതാണ്. വീണ്ടും ഞാൻ ചാണകപ്പൊടിയും ചാരവും തന്നെയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. പടരുന്ന സമയത്ത് ഇതിന് നല്ല രീതിയിലുള്ള ഒരു പന്തൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് പന്തലിടുന്നതിനനുസരിച്ച് ഇത് പടർന്നു പോവുകയും നല്ല രീതിയിൽ കായ പിടിക്കുകയും ചെയ്യുന്നതാണ്. പിന്നീട് ഞാൻ കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് മീൻ വളമാണ് കേട്ടോ. അപ്പോൾ ഈ മീൻ വളം പ്രയോഗിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയും കായ ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മീൻ വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബക്കറ്റ് എടുക്കുക. അതിന് ഏറ്റവും അടിയിലായിട്ട് നമുക്ക് ആദ്യം കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. പിന്നീട് അതിന് മുകളിലായിട്ട് നമ്മൾ വീട്ടിൽ വാങ്ങുന്ന മീനിൻ്റെ വേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ചാരം വിതറുക. പിന്നീട് വീണ്ടും നമുക്ക് മീൻ വേസ്റ്റ് കിട്ടുന്ന സമയത്ത് അത് ഇതിന് മുകളിലിട്ട് വീണ്ടും നമുക്ക് ചാരമോ മണ്ണോ വിതറി അങ്ങനെ ആ ബക്കറ്റ് നിറഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ അടച്ചു വെച്ചതിന് ശേഷം ഒരു 2-3 ആഴ്ച കഴിയുന്ന സമയത്ത് നല്ല വളമാകും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ പീച്ചിൽ കൃഷിക്ക് കൊടുക്കുകയും നല്ല രീതിയിൽ വെള്ളം പ്രയോഗിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ നിറച്ചും പൂക്കളും കായ്കളും ഉണ്ടാകുന്നതാണ്. പീച്ചിൽ കൃഷി ചെയ്യുമ്പോൾ നേരിടുന്ന മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ പെൺപൂ ഉണ്ടായ ശേഷം പെട്ടെന്ന് തന്നെ ഒരു ബ്രൗൺ കളറായി ഉണങ്ങിപ്പോകുന്ന പ്രശ്നമാണ് നേരിടുന്നത്. അപ്പോൾ ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. കായ്ച്ചയുടെ ശല്യം കൊണ്ടാണെങ്കിൽ നമുക്ക് ഈ പെൺപൂവിനെ കവർ ഉപയോഗിച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കാവുന്നതാണ്. പിന്നെ പൊട്ടാഷിൻ്റെ കുറവാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഇതിന് ചാരം നമുക്ക് ഇതിൻ്റെ ഇലക്കൊക്കെ തൂകി കൊടുക്കാവുന്നതാണ്. പിന്നീട് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് പരാഗണത്തിൻ്റെ കുറവ് കൊണ്ട് ഈ പെൺപൂക്കൾ കൊഴിഞ്ഞു പോകാവുന്നതാണ്. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഹാൻഡ് പോളിനേഷൻ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഹാൻഡ് പോളിനേഷൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം. ഇതാണ് പെൺപൂവ്, ഇത് ആൺപൂവ്. ഇവിടെ കണ്ടില്ലേ, ഇതിന് കായയില്ല. ഇതാണ് ആൺപൂവ്. ഈ പൂവ് പറിച്ചിട്ട് ഇതിൻ്റെ ഇതൾ അടർത്തി മാറ്റി ഇതിൻ്റെ പൂമ്പടി പെൺപൂവിൻ്റെ മധ്യത്തിൽ മുട്ടിച്ചു കൊടുക്കുക. ഇതാണ് ഹാൻഡ് പോളിനേഷൻ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കായ കൊഴിയുന്നത് ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇപ്പോൾ പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, നമ്മൾ നല്ല രീതിയിൽ വളവും വെള്ളവും കൊടുത്ത് കൃഷി ചെയ്തു, പക്ഷെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ വളം പ്രയോഗിച്ചിട്ട് നമ്മൾ അതിനെ നോക്കുകയോ അതിൻ്റെ അടുത്തൊന്നും പോവാതിരിക്കുകയോ ചെയ്താലൊന്നും നമുക്ക് നല്ല രീതിയിൽ വിളവ് ലഭിക്കുകയില്ല. എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സാന്നിധ്യം കൂടി ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ രാവിലെയോ വൈകുന്നേരമോ ഇതിനെയൊക്കെ നിരീക്ഷിച്ച് അതിനെ തൊട്ടും തലോടിയൊക്കെ ഇരിക്കുകയാണെങ്കിലുണ്ടല്ലോ അവർ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമുക്ക് വിളവ് തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിളവെടുപ്പൊന്ന് കണ്ടാലോ. വിളവെടുപ്പിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദേ വീണ്ടും നല്ല രീതിയിൽ പീച്ചിൽ പിടിച്ചിട്ട് കണ്ടോ. അപ്പോൾ
അപ്പോൾ എല്ലാവരും ഇതുപോലെ വളം പ്രയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ള പീച്ചിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള പുതിയ വീഡിയോസുമായി എത്തുന്നത് വരെ നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.